മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യർ വിളിച്ച് മഹാലക്ഷ്മിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് മനസ്സ് നീറുകയാണ് കണ്ണന്. കാരണം മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അറിഞ്ഞ സത്യം മറച്ചു വെച്ചു എന്നുള്ളൊരു തെറ്റല്ലാതെ തന്നെ ദ്രോഹിക്കുന്ന യാതൊരു പ്രവൃത്തിയും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളൊരു മാനസാന്തരം വന്നു തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് താൻ കാരണം മഹിക്കും കുഞ്ഞിനും ഇപ്പോൾ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത തോമസ് വൈദ്യർ പറഞ്ഞത്. മാത്രമല്ല പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണണമെന്നും കൂടി പറഞ്ഞപ്പോഴത്തേക്കും ആകെ മനസ്സ് സങ്കടപ്പെട്ട കണ്ണനാണെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി മഹിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സിദ്ധിയായ അമ്മ വന്ന് കണ്ണനെ സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല മഹിയുടെ നിരപരാധിത്വത്തെക്കുറിച്ചും ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത് മഹി ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശേഷം കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വയ്യാതെ കിടക്കുന്ന മഹിയെ കണ്ട് ആശ്വസിപ്പിക്കാനായിട്ട്. കണ്ണൻ്റെ ആ ഒരു പ്രസൻസോടെ മഹിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്ന് കണ്ണൻ അറിയാം. എന്നിരുന്നാലും ലേഖയും അനന്തുവിനും നല്ല ദേഷ്യമുണ്ട്. കാരണം കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ മഹി പോയി തിരികെ വന്ന് ഇങ്ങനെ വയ്യാണ്ടായത്. അപ്പം എന്തായാലും കണ്ണൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്ത് കാണും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മഹിക്ക് ഇങ്ങനൊരു വയ്യായിക വന്നത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് അനന്തവും ലേഖയും നന്നായിട്ട് കണ്ണനോട് ചൂടാകുന്നുണ്ട്. എന്നാലും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് അവളുടെ അവസ്ഥയെങ്കിലും ആലോചിച്ച് കണ്ണനൊന്ന് ഒതുങ്ങാമായിരുന്നു. ഒരു കുഞ്ഞില്ലാത്ത സങ്കടം മറ്റാരേക്കായും വ്യക്തമായി അറിയുന്ന ഒരു ദമ്പതികളാണ് ഞങ്ങൾ. അപ്പം ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറണോ എന്നൊക്കെ ചോദിച്ച് അനന്തു പറയുമ്പം ശരിക്കും പറഞ്ഞാൽ കണ്ണന് സങ്കടമാകുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യരും വന്ന് പറയുന്നുണ്ട്, ആ പെൺകുട്ടി വെറും ഒരു പാവം പെൺകുട്ടിയാണ്, ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ ആ പെൺകുട്ടിക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കണ്ണൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്തപ്പോൾ ഇത്രയധികം സങ്കടം ആ പെൺകുട്ടിയുടെ മനസ്സിന് താങ്ങാൻ പറ്റാതായിപ്പോയത്. ഈ സ്ഥാനത്ത് സ്വത്തുക്കളെല്ലാം മഹിയുടെ പേരിൽ എഴുതി കൊടുത്തിരുന്നല്ലോ. വേറെ വല്ല പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോയ ഭർത്താവിൻ്റെ പിന്നാലെ പോയി കാല് പിടിക്കാനോ അതിൻ്റെ പേര് മനസ്സുരുക്കാനോ ഒന്നും നോക്കില്ല. കിട്ടിയ സ്വത്ത് വലിയ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയേനെ. ഇതങ്ങനെയൊന്നും വിശ്വാസവഞ്ചന കാണിച്ചില്ലല്ലോ. പിന്നെ അറിഞ്ഞ സത്യം മറച്ചു വെക്കുന്നതിന് പല കാരണമുണ്ട്. അയാളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്ക്. ഒരു കൊലപാതകിയുടെ സ്വന്തം മകളെ തന്നെയാണ് ഇയാളുടെ സഹോദരൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം ഉണ്ണി അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി തന്നെയായിരിക്കും മഹി ചിന്തിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ മഹിയെ കണ്ട് മാപ്പ് അപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹിയെ കയറി കാണുന്ന സമയത്താണ് ആക്സിഡൻറ്റ് പറ്റിയ ആ കാര്യമല്ലേ മഹി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കണ്ണനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നതും അപകട സ്ഥലത്ത് പോയി ആ അയ്യപ്പൻ്റെ വിഗ്രഹം അന്ന് കിട്ടിയതിനെ പറ്റിയൊക്കെ മഹി എല്ലാം തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല അവർ തമ്മിലുള്ള പ്രശ്നം ഏകദേശം ഒന്ന് കോംപ്രമൈസ് ആയി എന്ന് തന്നെ പറയാം. മഹിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. തനിക്ക് തോന്നിയ ഒരു തെറ്റിദ്ധാരണയാണ്. അച്ഛനെ അമിതമായി സ്നേഹിച്ച അല്ലെങ്കിൽ അന്ധമായി സ്നേഹിച്ച തൻ്റെ മനസ്സിന് ഏറ്റവും വലിയൊരു മുറിവാണ് ഈ ഞെട്ടിക്കുന്ന സത്യം. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ പ്രതാപനാണ്. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും മഹി അത് മറച്ചു വെച്ചാണെന്നുള്ളൊരു കുറ്റബോധവും ദേഷ്യവും ഒക്കെ കണ്ണനെ അലട്ടിയത്. അപ്പം അങ്ങനെ എന്തായാലും തിരികെ കണ്ണൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വയ്യാതെ കിടക്കുന്ന മഹിയെ നോക്കാൻ അനന്തുവിനെ ലേഖയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മഹിക്ക് അല്പം ആശ്വാസം ആയതിനു ശേഷം തന്നെയാണ് കണ്ണൻ കമലേശ്വരം തറവാട്ടിലേക്ക് ചെന്ന് കയറുന്നത്. പതിവിലും വിപരീതമായി കണ്ണൻ നേരെ പൂജാമുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ദുർഗ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. വിശ്വേട്ടൻ്റെ ആത്മാവ പ്രതാപനെ ശല്യം ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, ഇനി അയാളെങ്ങാണാണോ നമ്മുടെ അച്ഛൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ? അതിൻ്റെ പേരിനായിരിക്കുമോ അച്ഛൻ്റെ ആത്മാവ് അയാളെ ശല്യം ചെയ്യുന്നതെന്ന് എനിക്ക് പലതവണ സംശയം തോന്നിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എങ്കിൽ നീ ധൈര്യമായിട്ട് അയാളോട് ചോദിക്കണം, അല്ലെങ്കിൽ അയാളുടെ മകളുണ്ടല്ലോ അവളോട് ചോദിക്കണം, അവൾക്കറിയാവുന്ന കാര്യം അവൾ പറയട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ പതറി നിൽക്കുന്നുണ്ട്. എന്തായാലും കണ്ണേട്ടൻ പറയുന്നതിലും വാസ്തവമുണ്ട്. കണ്ണനും ആ സംശയം ഉണ്ടെന്ന് ഉണ്ണിക്ക് കണ്ണൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു. എന്തായാലും കരുണയോട് ഇതിനെപ്പറ്റി ചോദിക്കണം എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്ത് നേരെ കണ്ണൻ പൂജാമുറിയിലേക്ക് പോകുന്നു. അപ്പം കണ്ണൻ പൂജാമുറിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം കണ്ണൻ അങ്ങനെ ഈശ്വര വിശ്വാസമോ പൂജാമുറിയിലേക്കോ ക്ഷേത്രത്തിലേക്കോ ഒന്നും പോകത്തില്ലായിരുന്നു. മഹിയുടെ വരവോടെയാണ് ക്ഷേത്രത്തിലേക്കൊക്കെ വല്ലപ്പോഴും പോകാൻ തുടങ്ങിയത് പോലും. അങ്ങനെ പൂജാമുറിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഉണ്ണി പറയുന്നു, അയാൾ അങ്ങനെ പൂജാമുറിയിലൊന്നും പോകുന്ന പതിവില്ലല്ലോ, പിന്നെ എന്തു പറ്റി ഇന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ദുർഗ ഉണ്ണി പറയുന്നത് കേട്ടാ പിന്നാലെ ചെല്ലുന്നു. നേരം കണ്ണനാണെങ്കിൽ ആ വീൽ ചെയറിൽ നിന്ന് ചാടി എണീറ്റ്
അന്ന് 12-ാം വയസ്സിൽ പിറന്നാൾ ദിവസം താനും അച്ഛനും കൂടി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ഒരു സിദ്ധയായ അമ്മ തന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെയാണ് ഇപ്പം മഹി സൂക്ഷിക്കുന്നതും ആരാധിക്കുന്നതുമായ അയ്യപ്പൻ്റെ വിഗ്രഹം എന്ന് മഹി തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ ആ അയ്യപ്പ വിഗ്രഹം ഒന്ന് കണ്ണിറയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചെന്നിരിക്കുന്നതും. മുമ്പേ ആ വിഗ്രഹം കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിന് എന്തെന്നില്ലാത്തൊരു മാറ്റ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം കണ്ണനെ സന്തോഷിപ്പിക്കുകയാണോ സങ്കടപ്പെടുത്തുകയാണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു. അപ്പം ആ അയ്യപ്പൻ്റെ വിഗ്രഹം നോക്കി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് മഹിക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കരുത്, യാതൊരു പ്രശ്നവുമില്ലാതെ മഹി ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്നൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ദുർഗ പൂജാമുറിയിലേക്ക് എത്തി നോക്കുന്നത് കണ്ണനാണെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ദുർഗ കാണുന്നതിന് മുമ്പിട്ട് എത്രയും പെട്ടെന്ന് ആ വീൽ ചെയറിൽ ചാടിയിരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഒളിപ്പിച്ചിരിക്കുന്ന സത്യമെല്ലാം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പം കണ്ണൻ്റെ പെരുമാറ്റത്തിൽ നല്ല സംശയം ഒന്നാമതേ ദുർഗയ്ക്കും ഉണ്ണിക്കും ഉണ്ട്. എന്നായാലും ഇപ്പോഴേ അവരാ സത്യം തിരിച്ചറിയില്ല. കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാസ്തവം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ഒരു വിധത്തിൽ കണ്ണൻ ദുർഗയുടെ കണ്ണിൽ നിന്നും ആ ഒരു വലിയ രഹസ്യം, കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം മറച്ചു പിടിക്കുന്ന ആ ഒരു ഭാഗം കാണാനാകുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ എന്താകുമെന്ന്.